നേതാക്കളെ അധിക്ഷേപിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആഹ്വാനം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച സൈബർ പോരിലേക്ക്. നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായി വിറ്റ ഏറ്റവും വലിയ കള്ളം യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. നേതാക്കളെ അധിക്ഷേപിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആഹ്വാനം. ഇലക്ഷൻ 2026 VDS എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അധിക്ഷേപിക്കാൻ ആഹ്വാനം ചെയ്തുള്ള നിർദ്ദേശങ്ങൾ വരുന്നത്. KC വേണുഗോപാലിനെ പിന്തുണച്ചതിന് പിന്നാലെ കെ സുധാകരനെതിരെയും അധിക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഇതിനിടയ്ക്ക് നേതാക്കളുടെ പ്രതിച്ഛായ കൂട്ടാനുള്ള ശ്രമങ്ങളും ഊർജിതമായി നടക്കുന്നുണ്ട് സൈബർ ലോകത്ത്. ഇവന്മാർക്ക് വരെ പണിയൊന്നുമില്ലേ? വീഡിയോയും ഡോക്യുമെന്ററിയും പുസ്തകങ്ങളും ഒക്കെയായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ് സതീശൻ, ചെന്നിത്തല, KC പക്ഷ നേതാക്കളും അനുയായികളും. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമാകുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അത് ആദ്യ ഘട്ടത്തിൽ ആരോഗ്യപരമായ ചർച്ചകളായി, പിന്നീട് നേതാക്കളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ പോയി. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ. അതിൽ റോജി എം ജോണിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് റോജി എം ജോൺ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് പിന്നെ രാഷ്ട്രീയമല്ലേ സാർ, ചിലപ്പോ ചില തിരിമറികളൊക്കെ കാണും. ആ റോജി എം ജോണിന്റെ കമന്റിൽ കയറി ഏറ്റവും രൂക്ഷമായ അധിക്ഷേപം ചൊരിയണമെന്ന നിർദ്ദേശമാണ്. ഇത് മനഃപൂർവ്വം നമ്മൾ അവമാനിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുപോലെ എതിരാളിയായ KC വേണുഗോപാലിനെയാണ് ലക്ഷ്യപ്പെടുന്നത്. ഒരെരപ്പാളിക്കിരുന്ന് നിരങ്ങാൻ സിംഹാസനം പണിത് കൊടുത്ത വിഡ്ഢിയാണ് ഞാനെന്ന് അവൻ ധരിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിന് വേണ്ടി PR വർക്ക് നടത്തുന്ന ചില സംഘങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാണെന്ന് നമുക്കത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഓ, മനസ്സിലായി. ചില ആളുകളുടെ ഏറ്റവും വിശ്വസ്തരൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ചിലരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ആ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. കാര്യത്തിന്റെ ഗൗരവം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. കോൺഗ്രസിന്റെ ചില പ്രവർത്തകർ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ അനുയായികളടക്കം അംഗമായ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെയാണ് റോജി എം ജോണിന്റെ ഈ പോസ്റ്റ്, KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന പോസ്റ്റിന് കീഴിൽ ഇങ്ങനെ കമന്റ് ഇടാനുള്ള ആഹ്വാനം വരുന്നത് എന്നത് പ്രധാനമാണ്. തുടർച്ചയായി നേതാക്കളെ അധിക്ഷേപിക്കുന്ന കമന്റുകൾ വരുന്നു. അതിൽ വരുന്നതിലേറെയും വ്യാജ പ്രൊഫൈലുകൾ. എന്ത് വിധി ഇത്? ഏതാണ്ട് 90 വ്യാജ പ്രൊഫൈലുകളാണ് KPCCയുടെ ഡിജിറ്റൽ വിഭാഗം പരിശോധനയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? ആ 90 വ്യാജ പ്രൊഫൈലുകളിലൂടെ കോൺഗ്രസ് നേതാക്കളെ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ പരസ്യമായി അധിക്ഷേപിക്കുന്നതായിരുന്നു ആ പ്രൊഫൈലുകളിലൂടെ വന്ന കമന്റുകൾ. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. നേതാക്കളുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കം ഈ വ്യാജ പ്രചാരണങ്ങളുടെയും അധിക്ഷേപിക്കണമെന്ന ആഹ്വാനങ്ങളുടെയും ഒക്കെ ഭാഗവാക്കാകുന്ന തരത്തിലുള്ള സൈബർ യുദ്ധമാണ് നിലവിൽ നടക്കുന്നത്. കൗതുകകരമാണ്. കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചല്ലേ മതിയാവും.